Hi friends, LINI'S ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉള്ളിത്തീയലാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും വ്യത്യസ്തമായ വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. ഉള്ളിത്തീയൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണണം. കാരണം സാധാരണത്തേക്കാളും കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. ആ വ്യത്യാസത്തിൻ്റെതായ ടേസ്റ്റും ഫ്ലേവറും നമുക്ക് ഈ ഉള്ളിത്തീയൽ കഴിക്കുമ്പോൾ മനസ്സിലാവും. ഉള്ളിത്തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ അങ്ങ് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഈ സമയം നമുക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിന് വേണ്ട തേങ്ങയും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിതിലേക്ക് വേണ്ട തേങ്ങ വറുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ചിരവീത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒത്തിരി തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് തേങ്ങയിട്ടാണ് ഈ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വേപ്പിലെല്ലാം കൂടി ഈ തേങ്ങയിൽ കിടന്ന് ശരിക്കും വറുത്ത് മൊരിയിച്ചെടുത്ത്, പിന്നെ ഇതിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങളുണ്ട് വരുത്താനായിട്ട്. ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ ഉള്ളിത്തീയൽ തന്നെയാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ തീയലാണ്. ഈ തേങ്ങ ഇനി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്ക് ശരിക്കും ഇളക്കി കൊടുത്ത് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ഉള്ളിത്തീയലിന് നല്ലൊരു ഫ്ലേവറാണ്. അത് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഞാൻ പറഞ്ഞ ആ പെരിഞ്ജീരകം ഒരു 1/4 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ സാദാ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. മാത്രമല്ല നമ്മളിതിലേക്ക് അല്പം ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമ്മളിത് ഇറക്കുന്നതിന് മുന്നേ, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം ആ ചെറിയ ജീരകത്തിൻ്റെ പൊടി വറുത്ത ഒരു സ്മെല്ല് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാറായി. നമുക്കിനി ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറാൻ നമുക്ക് വെക്കാൻ സമയം നമുക്ക് നമ്മുടെ ഉള്ളി ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ കുറവ് ചേർത്തുകൊണ്ടാണ് ഇതുപോലെ പൊടിയായിട്ടിരിക്കുന്നത്. ഇനി ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
കൂടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം, അതായത് നമ്മുടെ വാളംപുളി നല്ല നേരിയ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് അത് 3 സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പുളി വേണ്ട, നമ്മുടെ ആ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ നമുക്ക് ഒരു കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാൻ പാടില്ല, കാരണം സാധാരണ ഉള്ളിക്ക് തന്നെ നല്ലൊരു മധുരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഈ അരപ്പൊക്കെ ചെല്ലുമ്പോൾ ആ ഉള്ളിയുടെ മധുരിപ്പ് ഇല്ലാതെയാവും. പക്ഷേ ഉള്ളിത്തീയിൽ നമുക്ക് കുറച്ച് മധുരം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കുറച്ച് ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ചെയ്യണം. നമ്മൾ ഉള്ളിത്തീയിൽ ഏതാണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഒത്തിരി ഗ്രേവി ആയിട്ടല്ല എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുകും അതുപോലെ വേപ്പിലയൊക്കെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ ഉള്ളിത്തീയിലാണ്. ഈ ഒറ്റ കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ആ ഒരു പെരുംജീരകത്തിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ഒട്ടും തന്നെ കുറവില്ല. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.